ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിയാണ്. താങ്കൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളുടെ പഞ്ചാബിലുള്ള രാഷ്ട്രീയക്കാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 122 MLA-മാരും മന്ത്രിമാരും ഫോർമർ MLA-യും ഫോർമർ മന്ത്രിമാരും അവരുടെ സെക്യൂരിറ്റി എന്തിനാ വിഡ്രോ ചെയ്തേ? സർ, നമ്മുടെ ഈ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവർക്കൊന്നും ഒരു സെക്യൂരിറ്റി പണിയും കൊടുക്കാറില്ല. നമ്മുടെ പഞ്ചാബിൽ എത്രമാത്രം സെക്യൂരിറ്റി ഗാർഡ്സ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരുപാട് പേര് മറങ്ങിരിക്കുക. ഞങ്ങളും പിടിക്കാനുള്ള വകുപ്പൊക്കെ എടുത്തോണ്ടിരിക്കുക. എന്തു പറയാനാ, അവരുടെ വീട്ടിലെ പശുവിനൊക്കെയാണ് സെക്യൂരിറ്റി. ഇവരുടെ വീട്ടിലെ കോഴികളെ അവര് വളർത്തുന്നു. അവിടെ ഗാർഡായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളെ വീട്ടു ജോലി ചെയ്യിക്കുന്നു, പിള്ളേരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു. ഇവർക്കൊക്കെ എന്തിനാ ഇത്രമാത്രം സെക്യൂരിറ്റീസ്? എന്തിനാ പേടിക്കുന്നേ? അവരെ താങ്കൾ റിസ്കിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന്. പക്ഷേ താങ്കളും താങ്കളുടെ കുടുംബത്തിനും 1000 ഓഫീസർമാരെയും മിലിറ്ററിക്കാരെയും സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണെന്നാ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ലിസ്റ്റൊക്കെ ഒന്ന് തരാൻ പറയൂ പ്ലീസ്. ഇവരെന്തൊക്കെയായി സംസാരിക്കുന്നേ? പ്രോട്ടോകോളിലുള്ള ആൾക്കാരുണ്ടാകും, എനിക്കറിയില്ല. ഇതാ നോക്കൂ, സിദ്ധു മൂസേവാലയെ കൊന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയുടെ എണ്ണം താങ്കൾ കുറച്ചതുകൊണ്ടാണെന്ന് പറയുന്നു. എന്നാണോ അദ്ദേഹത്തിന് ആ ഇൻസിഡന്റ് സംഭവിച്ചത്? അന്ന് അദ്ദേഹത്തിന്റെ വീട്ടില് 2 ഗൺമാൻ ഉണ്ടായിരുന്നു. ആരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് കൊണ്ടുപോയില്ല? കാരണങ്ങൾ അത് മാത്രമല്ല. അതെ, അദ്ദേഹം ഇല്ലാതായത് നമുക്കൊക്കെ വിഷമമുള്ള കാര്യം തന്നെയാ. പക്ഷേ അത് ശരിക്കും വേദനയുള്ള കാര്യം തന്നെയാ. അദ്ദേഹത്തിന്റെ വലിയ 29 ഗാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും നമ്മൾ പിടിച്ചു. 3 പേരെ എൻകൗണ്ടറിൽ തട്ടിക്കളഞ്ഞു. പിന്നെ ഏകദേശം 3000 പേജോളം ഞങ്ങൾ ചലാണും കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു. പിന്നെ എന്തു പറയാനാ, ഞങ്ങള് വലിയ മാഫിയൊന്നുമല്ല, ഗാങ്സ്റ്ററോ അങ്ങനെ റൗഡീസം കാണിക്കാനോ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു സമയമില്ല. ഞങ്ങൾ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെയാണ്. ഓക്കെ ശരി, ഇപ്പോൾ ഒരുപാട് പേര് പിടിയിലായില്ലേ? അവരെയൊക്കെ ഇങ്ങനെ വളർത്ത് വലുതാക്കിയതാരാ? വേറൊരു പാർട്ടിയാ വളർത്തിരിക്കുന്നത്. ഇവരൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇന്റർകണക്റ്റഡാ. ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഞ്ചാബിൽ നിർത്തിക്കളഞ്ഞു. മാഫിയ എന്ന് പറഞ്ഞ സംഭവമില്ല. സാൻഡ് മാഫിയ, ലാൻഡ് മാഫിയ, ട്രാൻസ്പോർട്ട് മാഫിയ, ഈ വക ഒന്നും ഇപ്പൊ ഇല്ല. അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഇവർ ഒച്ചവെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അനാവശ്യമായിട്ട് ഒരു പൈസ പോലെ എക്സ്ട്രാ സമ്പാദിച്ചിട്ടില്ല. പിന്നെ പഞ്ചാബില് എന്റെ മുമ്പില് ഒരുത്തിന് 1 രൂപ മോഷ്ടിച്ചാൽ പോലും എന്റെ അടുത്ത് ആ ഒപ്പിടേണ്ട പെണ്ണുണ്ടെങ്കിൽ ഞാൻ ഓരോ രൂപയും വീതം അവൻ്റെ അടുത്തുനിന്ന് വലിച്ചെടുത്തേനെ. ഞങ്ങളുടെ പഞ്ചാബിലൊരു റൂളുണ്ട്. നിങ്ങൾ MLA ആയതിനു ശേഷം നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി ഒന്ന് കിട്ടും. 85,000 പ്ലസ് വേറെ കുറച്ച് ഇൻസെൻറ്റീവ്സ് ഒക്കെ. ഒരുപക്ഷെ നിങ്ങൾ MLA ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് 70 മുതൽ 75,000 രൂപ വരെ പെൻഷൻ കിട്ടും. അടുത്ത തവണ നിങ്ങൾ MLA ആയാൽ ആ യൂഷ്വലായിട്ടുള്ള ഫിക്സഡ് സാലറി കിട്ടും. പിന്നെ നിങ്ങൾ 4 തവണ തുടർച്ചയായിട്ട് MLA ആയാൽ 5ാം തവണ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാതെ നിങ്ങൾ പൊട്ടിപ്പോയാൽ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 4 പെൻഷനാണ്. ഒന്ന് കൂട്ടി നോക്കിക്ക് 70 എന്നൊക്കെ 2,80,000 റുപ്യോളം വരും. നിങ്ങൾ എത്ര തവണ MLA ആകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ചിലവർക്കൊക്കെ തോറ്റാലും വലിയ ലാഭമാണെന്നേ. ജയിക്കുകയാണെങ്കിൽ 85,000, തോറ്റാ 3 ലക്ഷമല്ലേ കിട്ടുന്നേ. സത്യം പറയല് എന്തോ ഒരു തരികട എനിക്ക് തോന്നി. നിങ്ങൾ ആ കസാലയിൽ 2 ദിവസം ഇരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന അതേ സാലറിയാ. ഞാൻ അതാ ആദ്യം നിർത്തി. ഒരു ലെജിസ്ലേറ്റർ, ഒരു പെൻഷൻ. ഇത് കൂടാതെ 1 രൂപ പോലും പെൻഷനായിട്ട് കിട്ടില്ല. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് ഈ വലിയ വലിയ ആൾക്കാർക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ചു കളയും. ഇത് വാങ്ങിച്ചോ അത് വാങ്ങിച്ചോ. അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നീ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ച് സേവ് ചെയ്തോ. പണമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ശ്മശാനത്തിൽ അവസാനം മരിച്ചിട്ട് പോകുമ്പോൾ തുണി പോലും ഉണ്ടാവില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തില് പശുവിടെ വാലും പിടിച്ച് ഓടിയ ചെറുക്കനായിരുന്നു ഞാൻ. അങ്ങനെ സ്വിമ്മിങ് പഠിച്ചത് സത്യമായിട്ടും. കാരണം എരുമകളുടെ വാല് പിടിച്ചിട്ട് ഏതെങ്കിലും കുളത്തിലിറങ്ങും. ഇപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. കാരണം എൻ്റെ അമ്മ അവിടെ തന്നെയാണുള്ളത്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോകും. അതുമാത്രമല്ല, എൻ്റെ അമ്മയുണ്ടല്ലോ, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയത്. അമ്മേനെ ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് പ്രസന്ന ആൾക്കാർ വന്നായിരുന്നു. പിന്നെ നാട്ടുകാരും ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആള് പുറകത്തെ ചുമര കണ്ട് ചോദിച്ചു, നിങ്ങളൊരു CMന്റെ അമ്മയല്ലേ? എന്നിട്ട് ഈ ചുമരൊന്ന് നോക്കിയേ, ഇതൊന്ന് ശരിയാക്കിക്കൂടെ? അതിനെൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് നിലത്ത് വീടെടുക്കണോ? നീ കെട്ടിക്കോ, ഓക്കെ. ഇവിടെ ഒരു ആണി ഉണ്ടാവരുത്. ആർക്കറിയാം ഏതു കൊല്ല ഈ വീടൊക്കെ കെട്ടിയത്, എന്തിനെ കൊണ്ടാ കെട്ടിയത് വല്ലതും അറിയോ? ആ ഒരു വീടാണ് ഇന്ന് അവനെ ഇത്രയും വലിയ ആളാക്കി മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചുമരൊരിക്കലും ഹാമർ കൊണ്ട് അടിക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങളൊക്കെ ഒരു ദിവസം 2 നേരം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാ. കാറിന്റെ അടിയിൽ ഒരു പക്ഷി വന്ന് പെട്ടാ പോലും എന്നിട്ട് അവിടുന്ന് മരിക്കുകയാണെങ്കിൽ
ഞങ്ങൾ അവിടെ തന്നെ 2 മിനിറ്റ് മൗനപ്രാർത്ഥന അതുകൊണ്ടാണ് ചെയ്യും. പല ലീഡേഴ്സും പറയുന്നത്, അതായത് എരുമയുടെ വാലിൽ പിടിച്ചുകൊണ്ട് നീന്തൽ പഠിച്ച ഒരു വ്യക്തി അയാൾ മുഖ്യമന്ത്രിയായാൽ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കുമെന്ന്. കാരണം പത്രക്കാർ ചോദിക്കും, CM കസേലയിലിരുന്ന പിന്നെ ചെറിയ ചെറിയ ചോദ്യത്തിനും കൺഫ്യൂസ് ആയി പോകുന്നേ. പക്ഷെ സാർ എങ്ങനെ നോർമലായിട്ട് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ ചെയറിൽ വന്നിരുന്ന് ഫേമസ് ആവുന്ന ആൾക്കാരാ. ഞാൻ ഫേമസ് ആയിട്ടാണ് ഈ കസേലയിൽ ഇരിക്കുന്നത്. ഞാൻ പ്രശസ്തതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു. ഐ വാസ് ജസ്റ്റ് 17 when I became a big star. 17 വയസ്സ്. അപ്പൊ +2 ഗ്രേഡിലായിരുന്നു പഠിച്ചത്. പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ആഡംബരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ പറയുന്നത് സ്റ്റേജ് നടത്തുന്നത് പോലെയല്ല സ്റ്റേറ്റിനെ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന്. ഞാൻ സ്റ്റേറ്റ് നടത്തുന്നു, അവർ സ്റ്റേജൊക്കെ നടത്തുന്നു. സ്റ്റേജിൽ നിന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചു പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. 29,282 ജനങ്ങൾക്ക് ഞാൻ ഗവൺമെന്റ് ജോബ് കൊടുത്തിട്ടുണ്ട്. 582 ആം ആദ്മി ക്ലിനിക് ഓപ്പൺ ആയിട്ടുണ്ട്. 80 ഇനിയും ഉണ്ടാവും. സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 15 ഓഗസ്റ്റിന് ഒരുപാട് സ്കൂൾസ് ഉദ്ഘാടനം ചെയ്യും. അത് മാത്രമല്ല, കറണ്ട് 88% എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഇവിടെ പഞ്ചാബിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എണീറ്റ് പറയാം. എന്തിന്? പഞ്ചാബ് ഇവിടുന്ന് 200 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. നിങ്ങൾ ക്യാമറ അയക്കൂ, എന്നിട്ട് നേരിട്ട് എന്നെ കണ്ട് മനസ്സിലാക്കും. ക്യാമറ എങ്ങോട്ട് കാണിച്ചാലും താങ്കളുടെ പോസ്റ്ററും ഫോട്ടോയും മാത്രമേ ഉള്ളൂ. ഏത് പ്രവൃത്തി നടന്നാലും അവിടെ ആദ്യം താങ്കളുടെ ഫോട്ടോ എത്തുന്നു. നിങ്ങൾ വല്ലപ്പോഴും ജനങ്ങളുടെ മനസ്സ് നോക്കണം. അവിടെ എന്റെ ഫോട്ടോ തന്നെയാ ഉള്ളത്. പക്ഷെ ആ സ്ഥലത്തൊന്നും നിങ്ങളുടെ ക്യാമറ പോവില്ല. കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു മുഖത്തിന് വേണ്ടി കൂട്ടം സാറ് കണ്ടിട്ടുണ്ടോ? ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇക്കാലത്ത് എത്ര സ്നേഹം എന്ന് വെച്ചാൽ, ഞാൻ പോകുന്ന വഴിയൊക്കെ എന്റെ കാറിൽ ഇങ്ങനെ പൂമാലകൾ ഇടുകയാണ്, പൂവഭിഷേകം ചെയ്യുന്നു. അതൊക്കെ മാറ്റിവെച്ചാൽ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്നേഹമാണ്. അമ്മമാരൊക്കെ അവരുടെ കൈ എന്റെ ഈ തലയിൽ വെച്ചിട്ടാണ് എന്നെ അനുഗ്രഹിക്കാറ്. ഒരുപാട് സഹോദരികൾ വിശ്വസ് പറയാറുണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ തോളത്ത് കൈയിട്ടിട്ട് സെൽഫി എടുക്കാറുണ്ട്. അതും ഈ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരനെ. ഞാൻ ഇതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയണം. അക്കാലത്ത് ഞാൻ എന്ത് പുണ്യാണോ ചെയ്തത്, ഇപ്പോൾ എനിക്കിങ്ങനെ സ്നേഹവും അനുഗ്രഹമൊക്കെ കിട്ടാൻ. കാരണം ബാക്കിയുള്ള പാർട്ടീസിനൊക്കെ നോക്കൂ, എത്ര പേരുണ്ട്. അവർക്കൊക്കെ ജനങ്ങൾ കൈ കൊടുത്തല്ലേ തിരിച്ച് കൈ നോക്കുമ്പോൾ എണ്ണി ഉറപ്പ് വരുത്താറുണ്ട്. കാരണം വിരല് പോലും അടിച്ചു മാറ്റും. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ബാദൽ സാറിന്റെ ഫോട്ടോ വരുന്നുവോ അതുപോലെ അമീന്ദർ സിംഗിന്റെ ഫോട്ടോ വന്നാലും പണം വേസ്റ്റ് ആവുമെന്ന് നിങ്ങൾ ബഹളം വയ്ക്കും. പക്ഷെ ഇപ്പോൾ നോക്കൂ, ക്ലിനിക്കിലേക്ക് പോയാലും താങ്കളുടെ ഫോട്ടോയാണ് അവിടെ ഉള്ളത്. സർ, ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അത് പബ്ലിക് വരെ എത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാവരുടെ അടുത്തും വാട്സപ്പ് ഉണ്ടാവണമെന്നില്ല. നാട്ടിലുള്ള എല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സാർ, താങ്കൾ പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഗുജറാത്തിലെ ഇലക്ഷനിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ടല്ലോ. കാണട്ടെ എന്ന്. ഗുജറാത്തിലെ ആൾക്കാർ പഞ്ചാബിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അവരുടെ ഗവൺമെന്റ് എടുത്ത് ചെന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്കിത് വേണമെന്ന്. നല്ല കാര്യമല്ലേ അത്? താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ബ്രെയിൻ ഡ്രെയിൻ ആകുന്നു, നമ്മുടെ യുവാക്കളെല്ലാം എങ്ങോട്ടോ പോകുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും, US പോകണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാനഡ പോണോ, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ല ചോദ്യം തന്നെ. നമ്മുടെ യൂത്ത്സ് ഉണ്ടല്ലോ, അവർ നമ്മുടെ ഇന്ത്യ വിട്ട് പോവുകയാണ്. തെറ്റ് അവരുടേതല്ല, സിസ്റ്റമിൻ്റെയാണ്. അവർ ഇവിടെ തന്നെ നിർത്തിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അവർക്ക് ഇവിടെ തന്നെ ഡിഗ്രി കിട്ടണം, അതിനനുസരിച്ചുള്ള ജോലി അവർക്ക് ഇവിടെ തന്നെ കിട്ടണം. വേറെ എങ്ങോട്ടേക്ക് പോകരുത്. വിദേശത്തേക്ക് പോകുന്നത് അത്ര ഈസി അല്ല. നിങ്ങൾക്കത് നന്നായിട്ട് അറിയാം. 600-700 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ റിസ്കിലുള്ളത്. അവരുടെ തലയിൽ ശരിക്കും കത്തിയാണ്. എപ്പോഴാണ് ഡിപ്പോർട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫേക്ക് പാസ്പോർട്ടിലാണ് പോയത് കാനഡയിലേക്ക്. അമ്മയുടെ സ്വർണവും താലിയൊക്കെ വിറ്റ് എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? അച്ഛന്റെ സ്ഥലം വിൽക്കുന്നു. കാരണം എന്താ? അവിടെ സിസ്റ്റം ഉണ്ട്, അവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ട്. ഇവിടെ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തന്നെ അവർക്ക് നല്ല ജോലി കിട്ടണം. ഫസ്റ്റൊക്കെ പഞ്ചാബിലും നല്ല നല്ല ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം അടച്ചുപൂട്ടിയിട്ട് പോയി. ഏതൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നാലും അവർ പഞ്ചാബിനെ കണ്ടിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എത്ര കിട്ടും? അവർ ഫാമിലി ആയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. അത് കാരണം എത്ര പേർക്കാണ് ലാഭം നിങ്ങൾ നോക്കൂ. ടാറ്റ വരുന്നുണ്ട്, സെക്കൻഡ് ബിഗസ്റ്റ് ആഫ്റ്റർ ജംഷഡ്പൂർ, ലുധിയാനയിൽ. 1000 കണക്കിന് ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടും. JSW വന്നു, ഞങ്ങളുടെ അടുത്ത് വർദ്ധമാനുണ്ട്, ഓൾറെഡി ഹീറോ ഉണ്ട്, പിന്നെ ഗൂഗിളും വരാനുള്ള ഡിസ്കഷനിലാണ്, വണ്ടർല വരാനുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഡിസ്കഷനാണ് പഞ്ചാബിൽ വരാൻ വേണ്ടി. അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കും. കാരണം ഈ പഞ്ചാബ് ഉണ്ടല്ലോ, പഞ്ചാബ് ആദ്യം തൊട്ടേ ഇന്ത്യക്ക് ഒരു റോൾ മോഡലായിരുന്നു. ഇത് റോൾ മോഡലാണോ? ഡ്രഗ് മാഫിയ പഞ്ചാബിൽ ഓരോ മൂലയിലും ഉണ്ടല്ലോ. എവിടെ നോക്കിയാലും യുവാക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇതിന്റെ പുറകിൽ വലിയൊരു കഥ തന്നെ ഉണ്ട്.
കാരണം ഇത് ബോർഡർ സ്റ്റേറ്റാ. ആദ്യം നോക്കുകയാണെങ്കിൽ ഈ പഞ്ചാബ് ട്രാൻസിറ്റ് സ്റ്റേറ്റ് ആയിരുന്നു ഡ്രഗ്സിന് വേണ്ടി. അവിടെ ഡ്രഗ്സ് വരും, മുംബൈയിലേക്ക് പോകും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റായിട്ട് മാറി. നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് ഇപ്പോൾ. ഇതൊക്കെ സത്യമാണ്. ഇതിനെന്താ കാരണം? ആർക്കും ജോലിയില്ല. അവർക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ അവർ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരിക്കലും പോവില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് പഞ്ചാബ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ജോലി കൊടുക്കുന്നുണ്ട്. എത്ര പേരാണ് അങ്ങനെ ജോലി വാങ്ങിച്ചിട്ടുള്ളത്? അവർക്ക് ടൈം കൊടുക്കണം, ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അവരുടെ ശ്രദ്ധ ഒരിക്കലും ഡൈവേർട്ട് ആവരുത്. കാരണം അവരുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ആയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ശരിയാക്കി എടുക്കണം. പഞ്ചാബിനെ വീണ്ടും പഞ്ചാബേക്ക് മാറ്റണം. അല്ലാതെ കാലിഫോർണിയ, ലണ്ടൻ, ന്യൂയോർക്കോ ആയിട്ട് മാറ്റണ്ട. ഇത് പഞ്ചാബാണ്. ഞങ്ങളുടെ ഗുരു ജനിച്ച സ്ഥലമാണ്. ഇതൊരു ത്യാഗഭൂമിയാണ്. വീണ്ടും പഴയ പഞ്ചാബായിട്ട് തിരിച്ചു വരണം. അത് പഞ്ചാബ് ശരിക്കും എന്താ പറയാന്ന് വെച്ചാ, നമ്മുടെ അണ്ടിമാകയിലുള്ള അണ്ടിയാണ് പഞ്ചാബ്. ഞാൻ പറഞ്ഞതുപോലെ നാട് ഒരു മോതിരാണെങ്കിൽ പഞ്ചാബ് അതിന്റെ മുത്താണ്. അതെന്നും പഞ്ചാബിനെ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ ആ മുത്തിന്റെ തിളക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. പഞ്ചാബ് ഒരുപാട് തവണ തകർന്നിട്ടുണ്ട്. തകർന്നതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് സുർജിത് പാട്രേസ പറഞ്ഞിട്ടുണ്ട്, നീ എത്ര തവണ തകർന്നു വീണാലും ശരി, അന്തസ്സായിട്ട് എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. എത്ര തവണ നീ തോറ്റാലും വലിയൊരു വിജയം നിന്നെ കാത്ത് എന്നും ഉണ്ടാവും.